guys, ഇന്നത്തെ വീഡിയോയിൽ പിസ്സ ഈറ്റിംഗ് ചാലഞ്ച്. സോ അതിനു വേണ്ടി guys നമ്മൾ സ്പോട്ട് നോക്കുകയാണ്. നമ്മുടെ സിജീസ് പിസ്സ സ്ട്രീറ്റിലാണ് guys ഉള്ളത്. അതും നമ്മുടെ സ്വന്തം പാലാരിവട്ടത്തിലാണ് guys. ഓക്കെ, സോ അപ്പോൾ ഇവിടെ അതിനു വേണ്ടി നമ്മൾ സ്പെഷ്യൽ ആയിട്ട് guys നമ്മൾ 5 ഫ്ലേവറിലുള്ള പിസ്സ നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് guys. അപ്പോൾ ആ 5 സ്പെഷ്യൽ പിസ്സ നോക്കുകയാണെങ്കിൽ നമ്മുടെ പിസ്സ സ്ട്രീറ്റ് സ്പെഷ്യൽ ഉണ്ട്, ആൻഡ് വൈറ്റ് ടൗൺ ഉണ്ട്, ആൻഡ് അതുപോലെ തന്നെ ആഫ്രിക്കാനോ, ആൻഡ് വെജ് റോയൽ, ആൻഡ് ലാസ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ നമ്മുടെ ചിക്കനി guys. ഓക്കെ, ഈ ഒരു 5 ഫ്ലേവർ പിസ്സ ആയിരിക്കും guys. ഓക്കെ, നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. വേറൊരു കാര്യമുണ്ട്, നമ്മുടെ ഈ ഒരു ചാലഞ്ചിൽ സ്പെഷ്യൽ ആയിട്ട് ഒരു ആള് പങ്കെടുക്കുന്നുണ്ട്. ആരാ? യെസ്, നമ്മുടെ കന്നി ചാലഞ്ച് ആണ്. ആദ്യത്തെ ഒരു ചാലഞ്ച് ആണ് guys. ഫുഡിന്റെ ചാലഞ്ച് ഫസ്റ്റ് ടൈം അല്ലേ? അതെ guys. ഓക്കെ, നമ്മുടെ ലാഗിന് നമ്മുടെ ഫുഡിന്റെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് വരുന്നത്. ഓക്കെ, സോ അപ്പോൾ ലാഗൻ ഉണ്ട്, നമ്മുടെ കൊമ്പൻ ഉണ്ട്, അതുപോലെ തന്നെ എഡ്വിൻ BCB, ചാർലി BCB ആൻഡ് ഡോമിനേറ്റർ എക്സ് guys. ഓക്കെ, അപ്പോൾ 5 ഓക്കെ guys, അപ്പോൾ 5 പേരാണ് നമ്മുടെ ഒരു പിസ്സ ഈറ്റിംഗ് ചാലഞ്ചിൽ പങ്കെടുക്കുന്നത്. ഇവിടെ എല്ലാവർക്കും 5 ഫ്ലേവർ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറെ കാര്യം, ഇത് മാത്രമല്ല, ഇത് കഴിഞ്ഞാൽ വേറെ അടുത്ത് വരും. അതെ, അപ്പോൾ എന്താ വെച്ചാൽ കാട്ടിക്കോ, എല്ലാം നിങ്ങളുടെ കയ്യിൽ റെഡിയാണ്. നിങ്ങൾ റെഡിയല്ലേ? ഇതിന്റെ പ്രൈസ് നമ്മൾ കൊടുക്കുന്നത് എന്ത് ബേസിലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ഓരോ സ്ലൈസ് ആക്കിയിട്ടല്ലേ വെച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഒരു സ്ലൈസ് കഴിച്ചു കഴിഞ്ഞാൽ 100 rupees എന്നുള്ള നിലയിലാണ് നമ്മളുള്ളത്. ഓക്കെ, ആരാണ് ഏറ്റവും കൂടുതൽ സ്ലൈസ് കഴിക്കുന്നത്, പീസ് കഴിക്കുന്നത്, സോ അയാൾക്ക് മാത്രമാണ് പ്രൈസ് കിട്ടുള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തല്ലോ. റെഡി അല്ലേ? സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ ലൈക്ക് അടിക്കാത്തവർ ഇപ്പോൾ ലൈക്ക് അടിക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നമ്മൾ റോഡ് ടു 1 million സബ്സ്ക്രൈബേഴ്സ് ആണ്, ആൻഡ് അതുപോലെ തന്നെ തൊട്ടപ്പുറത്തിൽ ബെൽ ഐക്കൺ ആൾ ലോക്ക് ഇട്ടേക്കുക. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്തല്ലോ. ഓക്കെ, 3, 2, 1 ഗൈസ്. എല്ലാവരും ഓരോ ഫസ്റ്റ് സിംഗിൾ പീസ് എടുത്തിട്ടുണ്ട്. ലഗ ആസ്വദിച്ച് കഴിച്ചോ. ഫസ്റ്റ് ചാലഞ്ച് ആയതുകൊണ്ട് പ്രശ്നമാണ് ഗൈസ്, കുഴപ്പമില്ല ഗൈസ്. എനിക്ക് ഈ ഒരു ചാലഞ്ചിൽ ഒരാളെ പ്രതീക്ഷ ഉണ്ട്, ഒരാൾ ജയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ചാർലി ഒരു പീസ് കംപ്ലീറ്റ്, രണ്ടാമത്തെ പീസ് ഓൾറെഡി ഒരു പീസ് കംപ്ലീറ്റഡ് ആണ്. ഓക്കെ, ഫൈൻ. ഡോമ് ഫസ്റ്റത്തെ പീസ് ഇതാ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഗൈസ്. ഓൾറെഡി നമ്മൾ ഒരു പ്ലേറ്റിൽ ഗൈസ് ഓക്കെ നമ്മൾ 8 പീസാണ് ഗൈസ് ഓക്കെ നമ്മൾ വെച്ചിട്ടുള്ളത്. ഓക്കെ, സോ അപ്പോൾ ഇത് തീരുവാണെങ്കിൽ നമ്മൾ അടുത്ത് ഫില്ല് ചെയ്യുന്നതായിരിക്കും. എഡ്വിൻ BCB ഇത്ര പീസ് കഴിച്ചു? 2 മൂന്നാമത്തെ. പിന്നെ ഒന്നിന്റെ പകുതി കഴിച്ചാൽ അത് ഒന്നായിട്ട് കൂട്ടൂല, അപ്പളെ പറഞ്ഞേക്കാം. അല്ലല്ല, ഏറ്റവും കൂടുതൽ ലാസ്റ്റ് ആരാണോ സർവൈവ് ചെയ്യണ അവര്. ചാർലി ഇവിടെ 3 പീസ് കംപ്ലീറ്റ് ആണല്ലേ? അത് 4 3. ഓക്കെ ഗൈസ്, ഓക്കെ, നല്ല ഡിസൈനിൽ സൂം ചെയ്ത് കാണിച്ചത്, ഡിസൈനിൽ കംപ്ലീറ്റ് ആക്കി. ഇങ്ങനെ പയ്യെ തിന്നാൽ നീ എന്തിനാ ഇത്ര ഇത് കാണിച്ചു? അത് കഴിക്കട്ടെ, നിനക്കെന്ത് ഗൈസ്. അവർ കൊമ്പൻ 2 ഫിനിഷ് ചെയ്തു, 3ാമത്തെ എടുത്തിട്ടുള്ളൂ. ഇവിടെ നമ്മുടെ ലാഗൻ 2 ഫിനിഷ് ചെയ്ത് 3ാമത്തെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ചാർലി 4 കഴിച്ചു, 5ാമത്തെ പീസ് എടുത്തിട്ടുണ്ട്, 4 ഫിനിഷ് ആയിട്ടുള്ളൂ കേട്ടോ. 4 ഡോം ഇതാ 3 ഫിനിഷ് ചെയ്തിട്ടുണ്ട്, 4ാമത്തെ കഴിക്കുന്നുള്ളൂ. ഓക്കെ, സോ മിക്കവാറും നമ്മൾ ഫിൽ ചെയ്യണോ? ഈ ഗൈസ്. ഓക്കെ, നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട് കുടിക്കാൻ. വെള്ളം കുടിച്ച് വിശപ്പോന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടോ? വയറിന്റെ ഉള്ളില് മറ്റേ ചൂടായിരിക്കും, ചൂടായിട്ടാണല്ലോ മറ്റേ എന്നുവെച്ചാ ഇരിക്കുന്നതാ. വിശക്കുമ്പോ നമ്മുടെ വയറെല്ലാം ചൂടാവും. അപ്പൊ നമ്മൾ ഫുഡ് കൊടുക്കുമ്പോഴത്തേക്ക് അത് ദഹിക്കാനുള്ള ഒരു സാധനമാണ് ആ ചൂട്. അപ്പൊ നമ്മൾ വെള്ളം ഒഴിച്ച് തണുപ്പിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം വിശപ്പില്ലേ? പിന്നെ അത് തിന്നു കഴിഞ്ഞിട്ട് ഫുള്ള് തിന്നു കഴിഞ്ഞാലും തരുള്ളൂ. ഫസ്റ്റ് ആയാലും മാത്രം വെള്ളം കുടിക്കണം. ഇവിടെ നമ്മുടെ ചാർലി 5 പീസ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്, എഡ്വിൻ BCB 5 പീസ് കംപ്ലീറ്റ് ആണ്. ഇവർ ഈക്വൽ ലെവലാണ് ഗൈസ്. ഓക്കെ, ഇവിടെ പോകുന്നത്. ഡോമ് പോളിംഗ് ഇച്ചിരി കുറവാണ്, പക്ഷെ പയ്യെ തിന്ന് പിടിക്കാനുള്ള പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായത് തന്നെ. ഡോമ് ബുദ്ധിമുട്ടാണ് കളിക്കുന്നത്. ഓ, കോമൻ 3 പീസ് കംപ്ലീറ്റ്. ഓ മൈ ഗോഡ്, 4ാമത്തെ പീസ് ആരും തിന്നിട്ടില്ലല്ലോ, 3 കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. സോ ലാഗൻ ഇവിടെ 4 പീസ് കംപ്ലീറ്റ് ചെയ്തു. സോ ഇടയ്ക്കൊക്കെ വെള്ളം കുടിച്ചോട്ടോ. അടുത്ത ഓർഡർ പറയണം. 2 പീസിനെ കൂടി കുത്തി കയറ്റി. യെസ് ഗൈസ്, ഓക്കെ, ചാർലി 6 കംപ്ലീറ്റഡ്. ലീഡിംഗ് ആണ്, ലീഡിംഗ് 2 പേര് ലീഡിംഗ് ആണ്. ഇതെന്താ ഇതിന്റെ ഉള്ളില് 3 ഇരിക്കുന്നു? ഇത് ഇറക്കണം കേട്ടോ, ഇത് ഇറക്കിയാലും കൂട്ടുള്ളൂ. കാര്യം പറ്റേ, ഇത് ഇറക്കിയാലും കൂട്ടുള്ളൂ അല്ലേ? ഇത് 3 എടുത്തു വെച്ചേക്കുക. നമ്മളൊക്കെ കുഞ്ഞ് വായ ഇറക്കണം, അത് ഇറക്കണം, ഇറക്കിയാലും കൂട്ടുള്ളൂ കേട്ടോ, ഇറക്കിയാലും കൂട്ടുള്ളൂ. എന്റെ കുഞ്ഞു വായ നിങ്ങളെ മറ്റേ ആനയുടെ ഇതില്ലേ തട്ടിക്കളയല്ലേ, 4 പീസ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ടോമ് പയ്യെ പിടിക്കാനുള്ള പരിപാടിയാണ്. കൊമ്പ് ഡൗൺ ആയോ? ഇല്ല, കൊമ്പൻ ചേരുന്ന കൊമ്പനങ്ങ് ശരിയായിരുന്നു. ഓക്കെ, സോ ഗൈസ്, ഇവിടെ ലാഗൻ 5 പീസ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വെൽ ഡൺ, വെൽ ഡൺ. വെള്ളമാണോ? വെള്ളം കുടിക്ക്. ഇത് ലാഗൻ ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും. നോക്കോ, ലാഗൻ നൈസ് ആയിട്ട് ഇങ്ങനെ പയ്യെ ഇങ്ങനെ പതുങ്ങി ഇങ്ങനെ കഴിക്കാനുള്ള ഒരു സെറ്റപ്പ് ആണ്. ഓക്കെ, നമ്മുടെ എഡ്വിൻ BCB ആൻഡ് ചാർലി BCB ഓക്കെ, 2 പേരും 7 പീസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പ്ലേറ്റ് എടുത്താലോ? റീഫിൽ ചെയ്യണ്ടേ? കഴിക്കുന്ന റീഫിൽ
ചെയ്യാനുള്ള സാധനം എടുത്തിട്ട് വരാം. നിനക്ക് എന്തിനാ റിവീൽ ചെയ്യുന്നത്? അത് മൊത്തം കഴിച്ചിട്ട് ഇതെന്താ ഒരു പീസ് മാറ്റി വെച്ചേക്കുന്നത്? അടിച്ച് ഇതൊന്നും കൂട്ടിലാണ് എണ്ണ കുറയും. ഫില്ല് ചെയ്താലും ഒന്ന് കൂട്ടും. ഒരു പീസ് ഊരിട്ടിരിക്കുന്നു. ഓക്കെ ഫൈൻ. സോ ഡോം എത്ര ഫിനിഷായി? 6 6 5. ഓക്കെ, സോ അപ്പൊ ഞാൻ റീഫില്ലുള്ള സാധനം എടുത്തിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ലാസ്റ്റ് പീസ് ആണ്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് സെക്ഷനിലെ ലാസ്റ്റ് പീസ് ഇവിടെ 2 പേര് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പയ്യെ തിന്നാൽ പനയും തിന്നാന്ന് പറയുന്ന പോലെയാണ് ഗൈസ്. ഓക്കെ, പയ്യെ 8ാമത്തെ പീസ് ചാർലി ആൻഡ് എഡ്വിൻ. ഇതിപ്പോ ഞാൻ വിചാരിച്ച കോമ്പറ്റീഷൻ അല്ല ഗൈസ്. ഞാൻ വിചാരിച്ച ആൾക്കാർ തമ്മിലുള്ള കോമ്പറ്റീഷൻ അല്ല ഇവിടെ ശരിക്കും വന്നത്. എനിക്ക് പ്രതീക്ഷ നമ്മുടെ ഡോമിലുണ്ടായിരുന്നു, ലാഗനിലുണ്ടായിരുന്നു. 2 പേരിൽ നല്ല പ്രതീക്ഷ. കൊമ്പനിയിലൊന്നും പ്രതീക്ഷയല്ല കൊല്ലങ്ങളായിട്ട്. ഓ അത് ശരിയാ. ചാർലേ, നിങ്ങൾ 2 സെയിം ആണ്. നിങ്ങൾ പോയി കഴിഞ്ഞാൽ 2 പേർക്കും പ്രൈസ് തരാൻ പറ്റില്ല. ഒരാൾ മാത്രമേ വിന്നർ ആവുള്ളൂ. ഉറങ്ങല്ലേ സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ലാഗൻ 6 പീസ് കംപ്ലീറ്റ് ആക്കി. 7ാമത്തെ പീസ് കഴിക്കുന്നു. ലാഗൻ എങ്ങനെയുണ്ടാ? ടേസ്റ്റ് ഉണ്ടോ? ഉണ്ടല്ലേ? ഓക്കെ ഗൈസ്, എന്തായാലും നല്ല യമ്മി ആയിട്ടുള്ള സാധനങ്ങളാണ്. എനിക്ക് കാണുമ്പോൾ തന്നെ കൊതി വന്നു ഗൈസ്. പക്ഷേ ചാലഞ്ചിൽ പങ്കെടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് വേണ്ട, നിങ്ങൾക്ക് വീഡിയോ കഴിഞ്ഞിട്ട് കഴിയാം. നീ ഇപ്പൊ കഴി എളുപ്പാന്നല്ല, മനസ്സിലായില്ലേ ഗൈസ്? എളുപ്പാന്ന് വിചാരിച്ചിട്ട് ചാലഞ്ചിൽ പങ്കെടുത്ത ഇപ്പൊ മനസ്സിലായി എളുപ്പമില്ല എന്നുള്ളത്. ഇത് നമ്മൾ കാണുന്ന പോലെ അല്ല. 2 പീസ് അങ്ങനത്തെ ചെല്ലുമ്പോൾ ആ വിശപ്പങ്ങ് പോകും. പിന്നെ നമ്മൾ ഇങ്ങനെ പയ്യെ ഏത്, പക്ഷെ നിന്നെ കൊണ്ട് ഇത് പറ്റും, അതെനിക്ക് കൺഫേം ആണ്. ചാർലി ലീഡിങ് ആണ്. സോ 9 അല്ല, എത്ര പീസ് ഫിനിഷ് ചെയ്ത്? 9 പീസ്. 10ാമത്തെ പീസ്. ഇവൻ നമ്മുടെ കൂട്ടത്തിലുള്ള ആളല്ലേ, ഇടയ്ക്കൊക്കെ മറന്നു പോണ്. തിരിച്ചു പോകുമ്പോ വണ്ടി ഓടിക്കണ്ടേ കേട്ടല്ലേ? ഇല്ലില്ല ഗൈസ്, ഇവിടെ തളർത്താൻ വേണ്ടി നോക്കുന്ന ചാലിനെ, പക്ഷെ നടക്കില്ല. നമ്മൾ എന്തായാലും നമ്മുടെ ഒരു ചാലഞ്ചിന്റെ ഒരു പരത്തോൽവി എന്നോട് ചോദിക്കോ തോറ്റാന്ന്? എന്തുവാ വെള്ളം കുടിച്ച് വയറ് നടക്കലെന്ന് പറയാ. നമ്മുടെ ലാഗൻ ലാസ്റ്റ് പീസ് ഇവിടെ കഴിക്കുന്നു. 7 പീസ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ലാഗ, നീ ജിമ്മനാന്നൊക്കെ തള്ളി വിട്ടിട്ട് 2 ഫുഡ് വന്നപ്പോ കഴിയാൻ പറ്റില്ല എന്നൊക്കെ കമന്റ് വരും കേട്ടോ. കാര്യം പറഞ്ഞേക്കാം, അടിച്ച് കയറിയോ? എനിക്ക് സന്തോഷമാണ്. എന്റെ പിന്നിൽ ഒരാളെങ്കിലും നോക്കൂല, ലാസ്റ്റ് വരൂല. കൊമ്പ കളിയാക്കുന്നതാ നിന്നെ, കൊമ്പനെ കളിയാക്കുന്ന നീ. എനിക്കറിയില്ല. തിന്നതിനകത്ത് കണക്കില്ലേ? പത്താമത്തെ പീസാണ്. ഓക്കെ, സോ നീ 10 കംപ്ലീറ്റ് ചെയ്തില്ലേ? നീ 9ാമത്തെ അനങ്ങിയില്ലല്ലോ. ഞാനൊരു കാര്യം പറഞ്ഞു, നേരത്തെ ഞാൻ നോക്കിയപ്പോഴും ഈ സെയിം പോലെയാണ് ഇരിക്കുന്നത്. പിന്നെ ഞാനിത് മാറ്റിയില്ലെങ്കിൽ ക്യാമ്പില് ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കാനുള്ള പരാതി അല്ല, ഒരു ഇതുണ്ട് നിനക്ക്. ആ ഒരു പവർ ഉണ്ട്. അത് ഞാൻ ഇതിൽ നിന്ന് മാറ്റും. മാറ്റരുത്, അത് കണ്ടിന്യൂ ചെയ്യണം. അത് പവറല്ല. ചാലേ, ഇതങ്ങ് കഴിക്കന്നെ അടിച്ച് കേറ്. 9 കംപ്ലീറ്റഡ്, 10 കംപ്ലീറ്റഡ് ആൻഡ് 8 കംപ്ലീറ്റഡ്. 7 കംപ്ലീറ്റ് ആയിട്ടില്ല. 6 കംപ്ലീറ്റഡ്. ഇവിടെ 7 കംപ്ലീറ്റഡ്. ഓക്കെ, കപ്പ് നമ്മുടെ റൂമിലേക്ക് വരണം. നമ്മുടെ റൂമിലേക്ക് അവനവരുടെ ടേബിളിലോട്ട്. ദൈവമേ, ഇത് മത്തല്ല. ഞാൻ ടൈമർ വെക്കണേ നീ. സോ ഗൈസ്, ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാനൊരു കുറച്ച് മിനിറ്റുകൾ ഇവിടെ ആഡ് ചെയ്യാൻ വേണ്ടി. അപ്പോഴൊന്നും ഒന്ന് ഉത്സാഹിക്കും. കൊമ്പ പറ, എത്ര മിനിറ്റ് കൊടുക്കും? 5 മിനിറ്റോ? ഓക്കെ, സോ ചാർലി, ഡോമെ, എഡ്വിൻ, കൊമ്പൻ, ലാഗ. സോ ഞാനൊരു 5 മിനിറ്റ് ഇവിടെ ആഡ് ചെയ്യണം ഗൈസ്. ഓക്കെ, ലാഗനൊപ്പം പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്കത് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അതാണ് കഴിവുള്ളവരെങ്ങനെയാണ് കഴിക്കും. എടാ, നീ നാട്ടുകാരുടെ കാര്യം നോക്കണം, സ്വന്തം പിള്ളേരുടെ കാര്യം നോക്കും. ഫസ്റ്റ് ചാലഞ്ച് ജയിച്ചതിന്റെ ലെവൽ എവിടെയാ? നിന്റെ ലെവൽ ഓക്കെ. സോ ഗൈസ്, അപ്പോൾ ഞാൻ ടൈമർ ആഡ് ചെയ്യാൻ വേണ്ടി പോകണം. ഓക്കെ, 5 മിനിറ്റ് ആഡ് ചെയ്യുന്നു. ഓക്കെ, സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ടുണ്ട്. സോ ഇനി 5 മിനിറ്റ് ഡോം എടുക്കാൻ തുടങ്ങി. എത്രാമത്തെ? 11. അയാൾ 9 നീ 10 കംപ്ലീറ്റ് ആക്കിയില്ലേ? 11 12 അല്ലേ? 12
12 തിന്നോണ്ടിരിക്കുന്നു 11 കഴിഞ്ഞ് അല്ലല്ലോ നിനക്ക് നിന്റെ എണ്ണാൻ പറ്റത്തില്ല. നമുക്ക് തേടാൻ വരെ ഡിസിഷനിൽ പോകാം. പ്ലേറ്റിൽ എത്ര പീസ് ബാക്കിയുണ്ട്? കൊമ്പൻ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താ. കൂടുതൽ കൂട്ടുകാരെ മാത്രമല്ല കൂട്ടിക്കാം. ഇവിടെ ബാക്കിയുള്ള പീസുകളുടെ എണ്ണം x ഈക്വൽ ടു 1 2 അത് 5 8. അപ്പൊ ഇനി ഒരു 2 കൂടി 8 ഓക്കെ 8 തീർന്നുണ്ട്. നീ എത്ര നിന്നു ഇത് കൂട്ടാതെ? ഇത് കൂട്ടിട്ട് ഇത് കൂട്ടിട്ടാ 11. ഇത് 11ാമത്തെ. ഇതിന്റെ അകത്ത് 6 ടോട്ടൽ ഉണ്ട്. പിന്നെ ഇതിനുണ്ടായിരുന്ന 3 ഞാൻ എടുത്തു. 12 തിന്നുന്നു. 12 തിന്നുന്നു. ലാഗാണ് എടുത്തിട്ടുണ്ടല്ലേ? അവിടെയാണ് ഒരു ഇത്. അല്ലല്ല ഒരു കാര്യം പറയാം. നിങ്ങൾ സംസാരിച്ചൊക്കെ ഇരിക്കും. സമയം എങ്ങനെ പോകുന്നുണ്ട്? ഓക്കെ സമയം എങ്ങനെ പോകുന്നുണ്ട്? ഓക്കെ ഇനി 13 ഇപ്പൊ എത്ര നിന്നു? എത്രാമത്തെ 12 അങ്ങനെ കണക്ക് ശരിയാവില്ല. ഞാൻ കളക്കണക്കാന്ന് പറയില്ലപ്പോ അതല്ലേ. അപ്പോടെ 8 13 3 3 6 6 2 8 കറക്റ്റ് ആണ്. ഞാൻ എന്തായാലും അവനേക്കാൾ ഒരെണ്ണം ലീഡ്. അപ്പൊ ഓരോരുത്തർ പീസിന് എണ്ണ കൂടും. കള്ളക്കളി കളിക്കുന്നോ? കള്ളക്കളി എടാ ചാലി എടാ മുതുക്ക ചാലി കുറച്ച് വെള്ളം കുടിച്ചാൽ തീരാന്ന് പ്രശ്നം. എത്രാമത്തെ പീസാ? 11. എത്രാമത്തെ പീസാ? 11ാമത്തെ പീസിൽ എടുക്കാൻ വേണ്ടി 12ാമത്തെ. നീ 11ാമത്തെ ആണോ? ഇത് 12. നീ നിർത്തിയോ? ഇല്ല ഞാനത് കഴിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ ഈ 9ാമത്തെ പീസല്ലേ? 2 ഒലീവൊക്കെ എടുത്ത് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുന്നു. ആദ്യം വന്നപ്പോ ഇതൊന്നും എനിക്ക് പോരാന്നാ പറഞ്ഞത്. 9ാമത്തെ പീസ് കഴിച്ചോണ്ടിരിക്കുന്നു. തീർന്നിട്ടില്ല. ഇറക്കിയാലേ തീർന്നു. ഓക്കെ സോ കൊമ്പന്റെ കാര്യത്തിൽ ഞാൻ നോക്കുന്നില്ല. അതവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുകയാണ്. 6 പീസ കഴിച്ചിട്ടുള്ളൂ. 7ാമത്തെ പകുതിയില്ല. 6ാമത്തിന്റെ മറ്റേ ഒലീവൊക്കെ ഇരിക്കണ്ടേ അവിടെ? നീ എത്ര കഴിച്ചു? 9 കഴിച്ചു. അടുത്ത പീസ്. സോ ഗൈസ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഡോം ഇപ്പൊ എത്ര പീസ് കഴിച്ചു? 12 പീസ്. ചാർലി 12. 9 നിർത്തല്ലേ പണി പോടും. എന്റെ തോൽവി പുറകിലുണ്ട്. 7. ഇതൊന്ന് പൊത്തി പിടിച്ചേക്കുന്നു. 2 അതിന്റെ അടിയിലിരിക്കുന്നു. ഓക്കെ സോ ലാഗ് എത്ര? 10ാമത്തെ. അതായത് 9 കഴിച്ചു കഴിഞ്ഞു 10ാമത്തെ. അപ്പൊ 9. ഓക്കെ സോ അപ്പൊ ഡോം 13ാമത്തെ പീസ് എടുത്തിട്ടുണ്ട്. ഇതെത്രാമത്തെ? ഇത് 13 ടൈറ്റ് കോമ്പറ്റീഷൻ. ചാർലി തന്നെ ഫുൾ ഗോട്ട് മന്തി എന്റെ വക. ഇനി സമയം വളരെ കുറവാണ്. സംസാരിക്കാനുള്ള സമയമൊന്നുമില്ല ഡോമെ. കഴിച്ചോ? സമയം വളരെ കുറവാണ്. ലാസ്റ്റ് 2 പേരാണ് വന്നിട്ടുള്ളത്. ഇവിടെ 12 പീസ് കഴിച്ചിട്ടാണ് 2 പേര് ഇരിക്കുന്നത്. സോ 13ാമത്തെ പീസാണ് ഇപ്പൊ കഴിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഓക്കെ 13ാമത്തെ പീസ് കംപ്ലീറ്റ് ആക്കോ ഇല്ല എന്നുള്ള നമുക്ക് അറിയേണ്ടത്. എടാ ഇതിന് പീസ് അവിടെ കഴിച്ചു കഴിഞ്ഞാ വായിലോട്ടോ? ഇറക്കട്ടെ. ഞാനിവിടെ ഇറക്കിയാൽ അവള് കൂട്ടുകളുണ്ട്. അത് പറയാൻ കാര്യം. ഓക്കെ ഇവിടെ അപ്പ പറയാം. നിങ്ങൾ കൈയോട്ടി പ്രോത്സാഹിപ്പിക്കും. പക്ഷെ ലാഗിന് പാവം 10ാമത്തെ പീസ് ഇട്ട് ഇവിടെ ഇങ്ങനെ സ്റ്റക്ക് ആയിരിക്കുന്ന സാധനമുള്ള പോട്ടെ. നമുക്ക് അടുത്ത ചാലഞ്ചിൽ പിടിക്കാം. സമയോ? ഓക്കെ ഒരു 5 സെക്കൻഡ് കൂടി. 5 സെക്കൻഡ് ബാക്കി. 5 സെക്കൻഡിന് കഴിക്കാൻ പോകുന്നില്ലല്ലോ. ഓക്കെ സോ വായിന്ന് ഇറക്കണം. അടുത്ത പീസ് എടുത്തു. ഓക്കെ വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. തീർന്നിട്ടില്ല. 5 സെക്കൻഡ് കഴിച്ചു പോയാൽ അടിച്ചു തുടങ്ങി. അവൻ ഇപ്പഴേ അടുത്ത പീസ് കഴിക്കാൻ തുടങ്ങി. സോ ഡോം ഇവിടെ 13 കംപ്ലീറ്റ്, ചാർലി 13 കംപ്ലീറ്റ്. പക്ഷെ ഇവിടെ നോക്കുകയാണെങ്കിൽ 14ാമത്തെ പീസ് 2 പേര് എടുത്തു വെച്ചിട്ടുണ്ട്. ഈ പീസ് ആദ്യം യൂസ് ചെയ്യുന്ന അവർ വിന്നർ. ഓക്കെ നോ മോർ കൺക്ലൂഷൻ. വിട്ടെടുത്തോ? നോ ചാർലി, നോ വിട്ടെടുക്കില്ല ചാർലി. ഫിനിഷ് ചെയ്താലേ വിന്നർ ആവുള്ളൂ. ഇപ്പഴേ പറയാം. ഇല്ലെങ്കിൽ 2 പേർക്കും പ്രൈസില്ല. ആർക്കും പ്രൈസില്ല. അതെങ്ങനെ ഈക്വൽ ആവൂലേ? ഇപ്പൊ കിട്ടിയതൊക്കെ നല്ല പണിയെടുത്തിട്ടുണ്ടായിരിക്കും അല്ലേ? ഓക്കെ സോ നമുക്ക് വിന്നർ പ്രഖ്യാപിക്കാം. ഗൈസ് അപ്പോൾ നമ്മുടെ ഈ ഒരു പിസ്സ ഈറ്റിംഗ് ചാലഞ്ചിലെ വിന്നർ നോക്കുകയാണെങ്കിൽ ഗൈസ് ഓക്കെ മറ്റാരില്ല നമ്മുടെ എഡ്വിൻ ബിസിബി അല്ലേ ഗൈസ്? കൈയടിക്കാണ്
തോൽപ്പിച്ച തോൽവി ജയത്തിന് ഞാൻ കൈയടിക്കൂല. ചുമ്മാറിയ Okay, guys, ഒരു കൈ എടുത്തോ, ഒരു കൈ എടുത്തോ, ഒരു കൈ എടുത്തോ. Okay, so congrats, Dom. So, അപ്പൊ വിന്നറിന് പ്രൈസ് കൊടുക്കും. പ്രൈസ് ഇപ്പൊ തരാം. ഗൂഗിൾ പേ കൊടുക്കും. അയച്ചു. പ്രൈസ് ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു. 1,100 രൂപയും കിട്ടെ. Okay, so guys, അപ്പൊ നമ്മുടെ ഒരു ചാലഞ്ച് നമ്മൾ വിന്നർ നമ്മൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ഈ പിസ്സ ഈറ്റിംഗ് ചാലഞ്ച് എങ്ങനെ ഉണ്ടായിരുന്നു, അതിന്റെ അതുപോലെ പിസ്സസ് എങ്ങനെ കിട്ടിയിരുന്നു. പിന്നെ ഈ പിസ്സ അല്ലേ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതായിരുന്നു? എനിക്ക് ഇതായിരുന്നു. ഇതാണ് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടത്. ചാലഞ്ച് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് മറ്റേ ചീരയൊക്കെ ഇട്ടിട്ടുള്ള സാധനം അത് നൈസായിരുന്നു. കാരണം അതിന്റെ വൈറ്റ് സോസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പൊളി സാധനം. എഡ്വിൻ ബിസിബി പിസ്സ ഫുള്ള് തീർന്നില്ലേ? ചാലഞ്ച് എങ്ങനെ ഉണ്ടായിരുന്നു? ചാലഞ്ച് അടിപൊളി ചലഞ്ച് ആയിരുന്നു. ചാലഞ്ച് ചലഞ്ച് കിട്ടില്ലായിരുന്നു. അടുത്തത് ഇനി ബർഗർ ഈറ്റിംഗ് ചലഞ്ച്. എന്താ നീ അത് ജയിക്കോ? 2 ബാറ്റ് രണ്ട് മണ്ടയ്ക്ക് എനിക്ക് മറ്റേ വൈറ്റ് മറ്റേ ഇത് ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിന്റെ പേരെന്താണ്? ഫ്രഷ് ക്രീം ഇട്ട സാധനം. സോ അതിന്റെ പേരാണ് ഡൽഹി ഡിലൈറ്റ്. ഓക്കെ, ഇനി നമ്മുടെ ലാഗിനോട് നമുക്ക് ചോദിക്കാം. ലാഗ് ഉണ്ടായിരുന്ന ചാലഞ്ച് ഇത് കൊള്ളാടാ. 9 എണ്ണം കഴിഞ്ഞിട്ട് കണ്ണും കാണാനില്ല. മനസ്സിലായില്ലേ? ഈ ഫുഡ് ചാലഞ്ച് അങ്ങനെ ഈസി അല്ല, വീഡിയോയിൽ കാണുന്ന പോലെ ഈസി അല്ല എന്നുള്ളല്ലേ? അതെന്തായാലും നമ്മുടെ ലാഗിനെ പ്രശംസിച്ചാൽ പറ്റുള്ളൂ. കാരണം ഫുഡ് ചാലഞ്ച് വരാത്ത ഒരാള് എന്താ ലാസ്റ്റ് ആയില്ല, ലാസ്റ്റ് മുമ്പ്. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഒരു സിജീസ് പിസ്സ സ്ട്രീറ്റിലെ നമ്മുടെ ഒരു പിസ്സ ചാലഞ്ച് ഇഷ്ടപ്പെട്ടോ? ഓക്കെ, സോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ guys, ഈ ഒരു സ്പോട്ടിന്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.